അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സെൻട്രോയിഡ്. സോ ആദ്യം നമ്മൾ അറിയേണ്ടത് വാട്ട് ഈസ് എ സെൻട്രോയിഡ്. സോ സെൻട്രോയിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഒബ്ജക്റ്റിന് ഒരു സെൻട്രോയിഡ് ഉണ്ട്. അതായത് ഇവിടെ എവിടെയോ നമ്മളൊന്ന് അതിൻ്റെ ടോട്ടൽ വെയ്റ്റിന് നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റായിട്ടൊരു റിയാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡിയെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്നുമല്ല, ഏതോ ഒരു പോയിൻറ്റിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ വെയ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിൻറ്റിൽ നമ്മൾ അതിന് ഈക്വലായിട്ടുള്ള ഒരു റിയാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡിയെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും നമുക്ക് അതിൻ്റെ എൻറ്റയർ വെയിറ്റ് ഈസ് സെറ്റ് ടു ബി കോൺസെൻട്രേറ്റഡ് ഓൺ എ സിംഗിൾ പോയിൻറ്റ്. ദാറ്റ് പോയിൻറ്റ് ഈസ് കോൾഡ് ദി സെൻട്രോയിഡ്. സോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഷേപ്പ് സെൻട്രോയിഡിൻ്റെ കണ്ടുപിടിക്കേണ്ടത് നമുക്കൊരു റെക്റ്റാങ്കിളിൻ്റെ ആണ്. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ബുക്ക്, ചില സ്റ്റുഡൻസൊക്കെ നമുക്ക് പണ്ട് സ്കൂളിലൊക്കെ ഒരു ബുക്ക് എടുത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുണ്ട്, കണ്ടിട്ടില്ലേ? അപ്പം ആ റെക്റ്റാങ്കിളിൽ അവരൊരു പോയിൻറ്റിൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വെച്ചേക്കും. അത് അതിൻ്റെ സെൻട്രോയിഡ് ആയിരിക്കും. അതായത് ഏതാണ്ട് റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ടോട്ടൽ സെൻറ്ററിൽ നമ്മളൊരു റിയാക്ഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ എൻറ്റയർ റെക്റ്റാങ്കിളിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ആ പോയിൻറ്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി. ഇഫ് നമ്മളൊരു ബി ഉള്ള ഒരു വിഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കിളും അതിൻ്റെ ഹൈറ്റ് ഡി ആണെങ്കിൽ നമുക്ക് ആ പോയിൻറ്റിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വെരി ഇമ്പോർട്ടൻറ്റ് വേറൊരു കൺസെപ്റ്റാണ് അതിൻ്റെ റെഫറൻസ് ആക്സിസ്. ഇപ്പം നമ്മുടെ ബോഡി നമ്മൾ ആസ് ഇഫ് നോക്കുക, ഇറ്റ്സ് എ സിമെട്രിക് ബോഡി അലോങ് ദി വൈ ആക്സിസ്. ബട്ട് എക്സ് ആക്സിസിന് ബോഡി നമുക്ക് സിമെട്രിക് അല്ല. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡും സെയിം ആയിരിക്കും, സിമിലർ ആണ്. ബട്ട് എക്സ് ആക്സിസ് ഇപ്പം നമുക്ക് എവിടെയാണ് നമ്മുടെ ബോഡിയുടെ സെൻട്രോയിഡ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ എവിടെയോ ആണ്. പക്ഷേ ഹൈറ്റ് എവിടെ വരുമെന്ന് നമുക്കറിയില്ല. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ ആരോടത്തെങ്കിലും അത് പറയുമ്പോൾ അവർ അത് ഐദർ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഫ്രം ദി ഹെഡ് ഓർ എൽസ് ഫ്രം ദി ഫീറ്റ്. സോ എപ്പോഴും നമ്മൾ ഏതൊരു ബോഡിയുടെ സെൻട്രോയിഡ് സ്പെസിഫൈ ചെയ്താലും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഏത് ആക്സിസ് ആണ്, എവിടെയാണ് ആക്സിസ് ഇരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ഈ ബോഡിയുടെ സെൻട്രോയിഡ് ഇവിടെ വന്നു, അത് കറക്റ്റ് സെൻറ്റർ അല്ല, നമുക്ക് ഇവിടെ നിന്നും മെഷർ ചെയ്യാം, ഇവിടെ നിന്നും മെഷർ ചെയ്യാം. അപ്പം എവിടെയാണോ നമ്മൾ അതിൻ്റെ റെഫറൻസ് ആക്സിസ് നമ്മൾ വരച്ചിരുന്നത് ആ റെഫറൻസ് ആക്സിസ് സ്പെസിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ആ റെഫറൻസ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ സെൻട്രോയിഡ് ഇരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഫോർ എ റെക്റ്റാങ്കിൾ നമ്മൾ റെഫറൻസ് ആക്സിസ് ആദ്യം ഇതിൻ്റെ ബേസ് ലൈൻസിൽ വരച്ചു. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ബി ആണെങ്കിൽ നമ്മുടെ എക്സ് ബാറിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു b/2. എക്സ് ബാർ എന്ന് പറയുന്നത് ഈ സെൻട്രോയിഡ് ജി എന്ന് കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ സെൻട്രോയിഡ്. സോ ഫ്രം വൈ ആക്സിസ് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ ജി പോയിൻ്റ് ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു b/2 ആൻഡ് വൈ ബാർ ഈസ് ഈക്വൽ ടു ഫ്രം ദി എക്സ് ആക്സിസ് എത്ര ഡിസ്റ്റൻസിലാണ് ആ പോയിൻ്റ് ജി ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ വൈ ബാർ എന്ന് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു d/2. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഫോർ എ റെക്റ്റാങ്കിൾ. ആൻഡ് ഫോർ എ സർക്കിൾ നമ്മൾ ആ സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും സ്പെസിഫൈ ചെയ്യുക. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും നമുക്ക് സെൻട്രോയിഡും വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ പോയിൻറ്റിൽ നിന്ന് ഇതുവരെയുള്ള അതിൻ്റെ റേഡിയസ് ആണ്, ഇവിടെ നിന്ന് ഈ ഹൈറ്റും റേഡിയസ് ആണ്. ദാറ്റ് ഈസ് d/2. സോ എക്സ് ബാർ ആൻഡ് വൈ ബാർ ബോത്ത് വിൽ ബി ഈക്വൽ ടു d/2. ആൻഡ് ഫോർ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഇതൊരു സിമെട്രിക് ഷേപ്പ് അല്ല. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കില്ല ആ പൊസിഷൻസ് വരുന്നത്. അപ്പം ഓർത്തിരിക്കുക, ഏതാണ്ട് താഴെ ആയിരിക്കും, ചെറിയൊരു ഡിഫറൻസിലായിരിക്കും അതിൻ്റെ എക്സ് ബാറും വൈ ബാറും ഇരിക്കുന്നത്. ഫോർമുല ഈസ് എക്സ് ബാർ ഈക്വൽ ടു b/3. ദാറ്റ് ഈസ് ഈ പറയുന്ന ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഫ്രം ദി വൈ ആക്സിസ് ജി എന്ന് പറയുന്ന പോയിൻ്റ് ഇരിക്കുന്ന ഇത്രയും ഡിസ്റ്റൻസ് b/3 ആണ്, അല്ലെങ്കിൽ 1/3 ഓഫ് b ആണ്. ഈ കിട്ടുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 1/3 ഓഫ് h ആയിരിക്കും. ദാറ്റ് ഈസ് h/3. സോ എക്സ് ബാർ ഈക്വൽ ടു b/3 ആൻഡ് വൈ ബാർ വിൽ ബി ഈക്വൽ ടു h/3. ആൻഡ് ഫോർ എ സെമി സർക്കിൾ അതിൻ്റെ എക്സ് ബാറും വൈ ബാറും നോക്കുക. എക്സ് ബാർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ വൈ ആക്സിസിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. ബിക്കോസ് ഒരു സെമി സർക്കിൾ എന്ന് പറയുന്നത് വൈ ആക്സിസിന് സിമെട്രിക് ആണ്. സോ ദാറ്റ് നമ്മുടെ റെഫറൻസ് ആക്സിസിൽ നിന്ന് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ വരും d/2. ബട്ട് വാട്ട് അബൌട്ട് ദി വൈ ബാർ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു ലൈനിന് സിമെട്രിക് അല്ല. അപ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഡിസ്റ്റൻസ് വൈ ബാർ ഈസ് ഈക്വൽ ടു 4r/3π. ഒരു ടിപ്പായിട്ട് പറഞ്ഞു തരാം, നമുക്ക് സർക്കിളിൻ്റെ ഒക്കെ ഏതെങ്കിലും കട്ട് ഷേപ്പിലാണെങ്കിൽ ഈ 4r/3π ആയിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാതെ വരുന്ന ഡിസ്റ്റൻസ്. എപ്പോഴും അത് ഓർത്തിരിക്കുക, ദാറ്റ് നമ്പർ 4r/3π. ആൻഡ് ഫോർ എ ക്വാർട്ടർ സർക്കിൾ ഓൾസോ രണ്ടും നമ്മൾ ഇതിൻ്റെ കേസ് പറഞ്ഞ പോലെ സിമെട്രിക് അല്ല. അതുകൊണ്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു പോയിൻ്റ് കിട്ടും. ദാറ്റ് എക്സ് ബാർ ആൻഡ് വൈ ബാർ ഈച്ച് വിൽ ബി ഈക്വൽ ടു
4r/3π. ആൻഡ് ഫോർ എ സെക്ടർ മീൻസ് ഒരു സർക്കിളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ, അതിൻ്റെ ആംഗിൾ ഇപ്പം ആൽഫ ആണെങ്കിൽ നമുക്ക് ഇത് സിമെട്രിക് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ബിക്കോസ് ഹാഫ് ഒരു α/2 ആൻഡ് അനദർ പോർഷൻ വിൽ ബി ഓൾസോ ഈക്വൽ ടു α/2. സോ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് ഇവിടെ ഫ്രം ദി വൈ ആക്സിസ് സെൻട്രോയിഡ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് സെയിം ഈ ഒരു ഫോർമുല തന്നെയാണ്. ചെറിയൊരു ചേഞ്ച് വരും. 4r ഇൻറ്റു സൈൻ ഓഫ് α/2, ഈ ടോട്ടൽ സെക്ടറിൻ്റെ ആംഗിളിൻ്റെ ഹാഫ് ആംഗിൾ എടുക്കുക, ഡിവൈഡഡ് ബൈ 3π. ടോട്ടൽ പൈ ഇല്ല, നമുക്കിവിടെ ഉള്ളത് ആൽഫയാണ്. സോ ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 4r ഇൻറ്റു സൈൻ ഓഫ് α/2 ഡിവൈഡഡ് ബൈ 3α. ഇതാണ് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ. വൈ ബാർ നമുക്കിതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും, ബിക്കോസ് ദിസ് ഇസ് സിമെട്രിക് ടു എക്സ് ആക്സിസ്. സോ ഇത്രയും 6 ഷേപ്സിൻ്റെയും നമ്മളിത് എക്സ് ബാറും വൈ ബാറും കാണാതെ അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് ഏരിയാസ് ആണ്. അതായത് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് നമുക്കറിയാവുന്ന ഷേപ്സ് തന്നിട്ട് അതിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കും. അപ്പോൾ ഈ ഫിഗർ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു 2 റെക്റ്റാങ്കിൾ ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് അറിയാവുന്നത് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ ഫോർമുലാസ് നമുക്കറിയാം. അപ്പോൾ ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു ഷേപ്പിൻ്റെ സെൻട്രോയിഡിൻ്റെ ഫോർമുല നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഷേപ്പിനെ 2 റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുക, ലൈക്ക് ദിസ്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കോമ്പോസിറ്റ് സെക്ഷൻ്റെ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഫോർമുല ഇതാണ്: ഇൻ ഓർഡർ ടു ഫൈൻഡ് എക്സ് ബാർ ഓഫ് ദി കോമ്പോസിറ്റ് ഏരിയ ദ ഫോർമുല ഇസ് ഗിവൺ ബൈ a1x1 പ്ലസ് a2x2 ദ ഹോൾ ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൻ്റെ എക്സ് ബാർ കിട്ടും. ആൻഡ് വൈ ബാർ ഈസ് ഗിവൺ ബൈ ദി ഫോർമുല a1y1 പ്ലസ് a2y2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. അപ്പം ഈ 2 ഫോർമുലാസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ടോട്ടൽ ഫിഗറിൻ്റെ എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ a1ഉം a2ഉം ഡിഫൈൻഡ് ആണ്. ദാറ്റ് ഈസ് ഈ റെക്റ്റാങ്കിളിനെ നമുക്ക് 1 എന്നും ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ 2 എന്നും എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്തായിരിക്കും? 125 ഇൻറ്റു 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 2500 mm². ആൻഡ് ഏരിയ ഓഫ് ദി സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് a2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? നമുക്ക് ഈ a2 എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ഇത്രയാണ് ഷേപ്പ്, അതിനകത്ത് ഈ പോർഷൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഹൈറ്റ് മാത്രം അറിയാം. ദാറ്റ് ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 230 mm, റൈറ്റ്? ബിക്കോസ് ടോട്ടൽ 250 ഈ 20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 230 ആണ്. സോ a2ൻ്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു 230 mm ഇൻറ്റു 20 mm, വിച്ച് വിൽ ഗീവ് ആൻസർ 4600 mm². അപ്പോൾ ഈ 2 ഫോർമുലാസിലും ഉള്ള a1ഉം a2ഉം നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് ഇൻ ഓർഡർ ടു ഫൈൻഡ് എക്സ് ബാർ, അതായത് ടോട്ടൽ ഫിഗറിൻ്റെ സെൻട്രോയിഡിൻ്റെ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട ഡേറ്റ എന്ന് പറയുന്നത് x1ഉം x2 ആണ്. ആൻഡ് സിമിലർലി അതിൻ്റെ അനദർ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട വാല്യൂസ് y1ഉം y2 ആണ്. സോ ആസ് എക്സ്പ്ലെയിൻഡ്, നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഏതൊരു ഫിഗറിൻ്റെ കോമ്പോസിറ്റ് ആണെങ്കിലും നമ്മൾ സെൻട്രോയിഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഫിഗറിന് റെഫറൻസ് ആക്സിസ് മാർക്ക് ചെയ്യുക. ഒൺലി ആഫ്റ്റർ മാർക്കിംഗ് റെഫറൻസ് ആക്സിസ് നമുക്കതിൻ്റെ x1ഉം x2ഉം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് ബേസിൽ തന്നെ അതിൻ്റെ റെഫറൻസ് ആക്സിസ് വരയ്ക്കാം, എക്സ് ആക്സിസും വൈ ആക്സിസും. കാര്യം നമുക്കിനി കിട്ടുന്ന എക്സ് ബാറും വൈ ബാറും നമ്മൾ മെഷർ ചെയ്ത് വരയ്ക്കേണ്ടത് ഫ്രം ദീസ് റെഫറൻസ് ആക്സിസ് ആണ്. ഇപ്പം ഇങ്ങനെ ഒരു ആക്സിസ് സ്പെസിഫൈഡ് അല്ലെങ്കിൽ നമുക്കൊരിക്കലും കിട്ടുന്ന എക്സ് ബാറും വൈ ബാറും ഏത് പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ വരയ്ക്കേണ്ടത് നമുക്ക് ക്ലിയർ ആവില്ല. സോ നമ്മൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇനി നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഏതാണ്ട് നമുക്കൊരു G1 എടുക്കാം. G1 എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെ വരും എന്നാണ്. അത് നമുക്ക് അസ്യൂം ചെയ്ത് ഒരു പോയിൻ്റ് എടുക്കാം. ഇവിടെയും നമുക്ക് G2 കിട്ടും അല്ലേ? അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റ് നോക്കി നമ്മളത് ഏകദേശം ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. G1ഉം G2ഉം ആ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള റെക്റ്റാങ്കിൾസിൻ്റെ സെൻട്രോയിഡ്. നമുക്ക് വേണ്ടത് ഈ ടോട്ടൽ ഷേപ്പിൻ്റെ സെൻട്രോയിഡാണ്. x1 എന്ന് പറയുന്നത് x1 y1 എന്ന് പറയുന്നത് ഈ പോയിൻ്റ് എവിടെ വരും എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് x1ഉം y1ഉം.
x1 എന്ന് പറയുന്നത് ഫ്രം ദി y ആക്സിസ് ഈ G1 വരെ ഉള്ള പോയിൻറ്റിൻ്റെ ലെങ്ത് ആണ്. ഇപ്പോൾ ഇത് ടോട്ടൽ 125 mm ആണെങ്കിൽ ഇതിൻ്റെ ഇത് തൊട്ട് ഇതുവരെ ഉള്ളത് അതിൻ്റെ ഹാഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 62.5 mm ആണ് x1ൻ്റെ കോർഡിനേറ്റ്. ആൻഡ് y1 എവിടെ വരും? y1 എന്ന് പറയുന്നത് ഫ്രം ദി x ആക്സിസ് ഈ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y1 എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ 20 ആയതുകൊണ്ട് y1ൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 10 mm. ആൻഡ് x2 എന്ന് പറയുന്നത് ഫ്രം ദി y ആക്സിസ് G2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x2 എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 20 ആണ് ഈ റെക്റ്റാങ്കിളിൽ. സോ ദാറ്റ് ഇത് തൊട്ട് ഇതുവരെയുള്ള വാല്യൂ വിൽ ബി ഈക്വൽ ടു 10 mm. ആൻഡ് y2 എന്ന് പറയുന്നത് ഫ്രം ദി റെഫറൻസ് ആക്സിസ്. നമ്മളെപ്പോഴും ഈ സെക്കൻഡിൻ്റെ ആ റെക്റ്റാങ്കിളിൻ്റെ ബേസ് തൊട്ട് G2 വരെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ എല്ലാ വാല്യൂസും മെഷർ ചെയ്യുന്നത് ഫ്രം ദി റെഫറൻസ് ആക്സിസ് ആണ്. സോ ഫ്രം ദി റെഫറൻസ് ആക്സിസ് ടു ദി പോയിൻറ്റ് G2 വിൽ ബി ഈക്വൽ ടു 20 പ്ലസ് അതിൻ്റെ ഹാഫ്, അതായത് 20 പ്ലസ് 230 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 115. ദാറ്റ് ഈസ് ഈക്വൽ ടു 135 mm ആണ് y2ൻ്റെ വാല്യൂ. സോ നൗ ഇനി നമുക്ക് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാനായിട്ട് ഈ ഡേറ്റാസ് ഈ രണ്ട് ഫോമുലയിൽ പ്ലഗ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു വാട്ട് ഈസ് A1? A1 ഈസ് ഈക്വൽ ടു 2500 ഇൻറ്റു x1 ഈസ് 62.5 പ്ലസ് A2 ഈസ് 4600 into 10 the whole divided by A1 plus A2, that is 2500 plus 4600. And in the same way y bar will be equal to A1 y1, that is 2500 into y1 is 10 plus A2, that is 4600 into y2 is 135, the whole divided by 2500 plus 4600, and the answer for x bar and y bar are 91 mm and 28.49. See our next question. ഇതിൻ്റെ ഈ ടോട്ടൽ ഷേപ്പിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ 3 ഷേപ്സ് ഉള്ളതായിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് എ സെമി സർക്കിൾ, എ റെക്റ്റാങ്കിൾ ആൻഡ് എ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡ്രോ ദി റെഫറൻസ് ആക്സിസ്. ദാറ്റ്സ് x ആക്സിസ്, y ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദി x ആക്സിസ്, x ആൻഡ് y ആക്സിസ്. സോ നമുക്കിവിടെ 3 ഷേപ്സ് ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് 1 എന്ന്, ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും മാർക്ക് ചെയ്യാം. സോ നമ്മുടെ ഫോർമുല എന്തായിരിക്കും? ഇൻ ഓർഡർ ടു ഫൈൻഡ് എക്സ് ബാർ ദ ഫോർമുല വിൽ ബി A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 ദ ഹോൾ ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. ദിസ് ഈസ് അവർ ഫോർമുല. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം A1 A2 A3 കണ്ടുപിടിക്കുക. വാട്ട് ഈസ് A1? A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ സെമി സർക്കിൾ. ഏരിയ ഓഫ് എ സെമി സർക്കിൾ ഈസ് ഗിവൺ ബൈ ദി ഫോർമുല pi r square by 2. Now r is given as pi into 4 by 2, that is equal to 2 pi. Now A2 is equal to, it's a rectangle, 6 into ഇതിൻ്റെ റേഡിയസ് 2 ആണെങ്കിൽ നമ്മുടെ ഈ ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 + 2, ദാറ്റ് ഈസ് 4. സോ 6 into 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 24 mm square. ആൻഡ് A3 is equal to A3 will be equal to half BH. Right angle triangle ആണ്. So the area will be equal to half into B into H, that is half into base is given as 3 cm and height is given as 4. So that is equal to 6 cm square. So നമുക്കിപ്പം ഇവിടുന്ന് A1, A2 and A3 കിട്ടി. Now we have to find x1, x2, x3. What is x1? x1 is the distance of point centroid. അതായത് നമ്മുടെ ഈ പറയുന്ന ഒരു G1 നമുക്ക് മാർക്ക് ചെയ്യാം. ഓരോന്നിൻ്റെ സെൻട്രോയിഡ് ജസ്റ്റ് അസ്യൂം ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു G3.
G1 ഇവിടെ വരും, G2 and G3. So G1 means നമ്മുടെ y ആക്സിസിൽ നിന്ന് ഈ പോയിൻ്റ് ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് x1 ആയിട്ട് വേണ്ടത്. നമുക്കറിയാം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. അപ്പം ഈ പോയിൻ്റിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ടോട്ടൽ വാല്യൂന്ന് ഇത്രയും വാല്യൂ മൈനസ് ചെയ്യുക. റൈറ്റ്, ഇത്രയും വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4r/3π ബിക്കോസ് ഹൈറ്റ് ആണ്. സെൻട്രോയിഡ് ഇപ്പം നോർമലി സെമി സർക്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പോയിൻറ്റിൽ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു, ദാറ്റ് വാസ് ആസ് y bar 4r/3π ആയിരുന്നു. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ ഈ ഫിഗറിനെ നമ്മൾ ടിൽറ്റ് ചെയ്ത് വെർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അപ്പോഴും സ്റ്റിൽ ഇറ്റ് റിമൈൻസ് ആസ് 4r/3π. സോ x1ൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു ഈ ടോട്ടൽ റേഡിയസ് r മൈനസ് 4r/3π. ദാറ്റ് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് x1. x1 എന്ന് പറയുന്നത് നമുക്ക് r മൈനസ് 4r/3π എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഫോർമുല 2 മൈനസ് 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3π. സോ നമുക്ക് അങ്ങനെ x1 കണ്ടുപിടിക്കാം. ഹൗ ടു ഫൈൻഡ് x2? x2 is very simple. That is ഈ പോയിന്റിൽ നിന്ന് G2 വരെയുള്ള ഡിസ്റ്റൻസ്. This value is 2 because radius ആണ്, and this value becomes equal to total 6 ആണ്, അതിൻ്റെ ഹാഫ് ആണ്. That is equal to 2 plus 3, that is 5 centimeter, and x3 will be equal to find G3, അതായത് G3യുടെ നമുക്ക് ഒരു കോർഡിനേറ്റ് ആണ് x3. ആ x3 കണ്ടുപിടിക്കാനായിട്ട് ഫ്രം ദി റെഫറൻസ് ആക്സിസ് തൊട്ട് പോയിൻറ്റ് G3 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെ 2 ആണ്, ഇവിടം തൊട്ട് ഇതുവരെ 6 ആണ്, ദാറ്റ് ഈസ് 8 പ്ലസ് ഈ പോയിൻ്റ് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 2 പ്ലസ് 6 പ്ലസ് b/3, ദാറ്റ് ഈസ് 3/3 ഈസ് 1. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂ 2 മൈനസ് 4 ഇൻറ്റു 2/3π എന്ന് കിട്ടും. x2 ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആൻഡ് x3 ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓരോന്നിൻ്റെ ഇൻഡിവിജ്വലായിട്ട് വാല്യൂസ് കണ്ടുപിടിച്ച് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x ബാർ കിട്ടും. സോ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2 മൈനസ് 4 ഇൻറ്റു 2/3π വിൽ ഗീവ് 1.15. സോ ദ ആൻസർ വിൽ ബി x1 ഈസ് 1.15 ഇൻറ്റു a1 ഈസ് 2π plus 5 into 24 plus 9 into 6 the whole divided by a1 is 2π plus 24 plus 6 will give the x bar. നമുക്ക് x bar solve ചെയ്യുമ്പോൾ we'll obtain it as 5 centimeter, and now we can find y bar. Find y bar. നമുക്ക് വേണ്ട ഫോർമുല എന്ന് പറയുന്നത് a1 y1 പ്ലസ് a2 y2 പ്ലസ് a3 y3 ദ ഹോൾ ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3. സോ നമുക്കിവിടെ വേണ്ടത് വാല്യൂസ് ഫോർ y1 y2 ആൻഡ് y3 ആണ്. y1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം ദി എക്സ് ആക്സിസ്. ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം ദി എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ദിസ് ഡിസ്റ്റൻസ് നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു d/2, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ടോട്ടൽ ഡയമീറ്റർ 4 ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ, ആൻഡ് y2 വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റ് 4 ആണ്, റെക്റ്റാങ്കിളിൻ്റെത് ടോട്ടൽ 4ൻ്റെ ഹാഫിലാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ഓൾസോ ബി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ, ആൻഡ് y3 എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ 1/3 ആയിരിക്കും. ബിക്കോസ് ഫോർ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ദ ഫോർമുല ഈസ് b/3 ആൻഡ് h/3. സോ ഇത് h/3 ആകുമ്പോൾ ഇവിടെ ടോട്ടൽ h ഈസ് 4 സെൻറ്റിമീറ്റർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4/3. അങ്ങനെ നമുക്ക് y1 y2 y3 കിട്ടിയിട്ടുണ്ട്. സോ y bar ഈസ് ഈക്വൽ ടു a1 y1. a1 ഈസ് 2π ഇൻറ്റു
2 plus A2 is 24 into 2 plus A3 is 6 into 4 by 3 the whole divided by 2 pi plus 24 plus 6. The answer will be equal to 1.89 centimeter എന്ന് നമുക്ക് കിട്ടും. See the next question. Okay. അപ്പം ഈ ക്വസ്റ്റ്യനിലും നമുക്ക് 3 ഏരിയാസ് ആണുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇൻവേർട്ടഡ് ഷേപ്പിൽ, ദെൻ ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു സെമി സർക്കിൾ കട്ട് ചെയ്ത് പോയിരിക്കുന്നു. ദാറ്റ് ഈസ് അവർ തേർഡ് ഷേപ്പ്. സോ നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന പോലെ ഫസ്റ്റ് വി മാർക്ക് ദി റെഫറൻസ് ആക്സിസ്, ദാറ്റ് ഈസ് വൈ ആക്സിസ്, ആൻഡ് വിൽ ഡ്രോ ദി എക്സ് ആക്സിസ്. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും കാണിച്ചു. ഇവിടെ 3 ഷേപ്പ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് കൊണ്ട് ദ ഫോർമുല വിൽ ബിക്കം എക്സ് ബാർ ഈസ് ഈക്വൽ ടു A1 x1 പ്ലസ് A2 x2 മൈനസ് A3 x3. ദാറ്റ് ഈസ് ആ സെമി സർക്കിളിൻ്റെ ഏരിയ കട്ട് ചെയ്ത് പോയിരിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ മൈനസ് ആയിട്ട് കൊടുക്കുക. ബൈ A1 പ്ലസ് A2 അവിടെയും നമ്മൾ മൈനസ് ചെയ്ത് കളയുക. So x bar will be equal to formula A1 x1 plus A2 x2 minus A3 x3 divided by A1 plus A2 minus A3. Now നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. A1 will be equal to half BH, half into B into H. Base of the right angle triangle is given as 100 into height is given as 150. So 100 into 150, that is equal to 50 into 150. അങ്ങനെ നമുക്ക് ഏരിയ A1 കിട്ടും. A2 is equal to റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്, ദാറ്റ് ഈസ് 150 into 100. സോറി, നോട്ട് 100, 150 into 50 plus 50 plus 100, that is 200. Now A3 is equal to pi r square by 2, that is equal to pi into 50 square divided by 2. അങ്ങനെ നമുക്ക് A1 A2 A3യുടെ വാല്യൂസ് കിട്ടും. ഇപ്പോൾ നമുക്ക് A1 A2 ആൻഡ് A3യുടെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് A1ൻ്റെ വാല്യൂ 7500 mm², A2ൻ്റെ വാല്യൂ 30,000 mm², ആൻഡ് A3യുടെ വാല്യൂ 3927. ഇനി നമ്മുടെ അൺനോൺസ് എന്ന് പറയുന്നത് x1 x2 x3. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് x1, ഈ ഫിഗർ ഒബ്സർവ് ചെയ്യുക. x1 എന്ന് പറയുന്നത് ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സി, ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് നമ്മളൊരു G1 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അപ് ടു G1 ഫ്രം ദി വൈ ആക്സിസ്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ x1 എന്ന് വിളിക്കുന്നത്. സോ ഈ പറയുന്ന ടോട്ടൽ വിഡ്ത്ത് ഫ്രം ദ റെഫറൻസ് ആക്സിസ് ടു ഈ പോയിൻ്റ് വരെ ഉള്ളത് 100 ആണെങ്കിൽ, നമ്മുടെ നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളതിൻ്റെ എക്സ് ബാറും വൈ ബാറും B/3 ആൻഡ് H/3 എന്ന് പറഞ്ഞു. അതായത് ഈ പോയിൻ്റിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇതിപ്പം B ആണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു B/3 അല്ലേ? ദിസ് വിൽ ബി ഈക്വൽ ടു B/3. ഇവിടെ ഈ പറയുന്ന ഡിസ്റ്റൻസും ദിസ് വിൽ ബി ഈക്വൽ ടു B/3 ആണ്. അപ്പം ഈ ടോട്ടൽ 100ൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് B/3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടും. സോ ദാറ്റ് ദ ഫോർമുല വിൽ ബി ഈക്വൽ ടു B മൈനസ് B/3 ഓർ ഈസ് ഈക്വൽ ടു 100 മൈനസ് 100/3. അങ്ങനെ നമുക്ക് x1ൻ്റെ വാല്യൂ കിട്ടും. x2 എന്ന് പറയുന്നത് ഫ്രം ദി റെഫറൻസ് ആക്സിസ് തൊട്ട് G2 വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 100 പ്ലസ് ടോട്ടൽ ഡിസ്റ്റൻസ് 50 പ്ലസ് 100 പ്ലസ് 100, ദാറ്റ് ഈസ് 200. അതിൻ്റെ ഹാഫിലായിരിക്കും വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ആൻഡ് x3 വിൽ ബി ഈക്വൽ ടു, x3 എന്ന് പറയുന്നത് G3, നമുക്ക് ഈ ഒരു ആക്സിസ് വരെ ഫ്രം ദി റെഫറൻസ് ആക്സിസ് 100 50, ദെൻ ഇതുവരെ വീണ്ടും ഈ റേഡിയസ് ഈസ് ഈക്വൽ ടു 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 100, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 200 mm. സോ നമുക്ക് x2ൻ്റെ വാല്യൂ x3യുടെ വാല്യൂ 200 ആൻഡ് x1ൻ്റെ വാല്യൂ 100 മൈനസ് 100/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 66.67 മില്ലിമീറ്റർ എന്നും കിട്ടും. അപ്പോൾ നമുക്ക് x1 ആയി x2 ആയി x3 ആയി A1 A2 A3 ആയിട്ടുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് എക്സ് ബാർ. ഇങ്ങനെ നമ്മൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് ബാറിൻ്റെ വാല്യൂ 170.21 mm എന്ന് കിട്ടും. സോ നമുക്ക് നമ്മുടെ എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടി. നൗ വി ക്യാൻ ഫൈൻഡ് വൈ ബാർ.
Yes. So in order to find y bar, the formula is a1 y1 plus a2 y2 minus a3 y3 divided by a1 plus a2 minus a3. a1, a2, a3 the same values തന്നെ നമുക്ക് എടുക്കാം. So first one is to find y1. y1 എന്ന് പറയുന്നത് from the x-axis the distance up to g1. This is the required distance y1. So നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വീണ്ടും again കൺസിഡർ ചെയ്യുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ എടുത്തപ്പോൾ അപ് ടു ജി വരെയുള്ള ഇവിടെ നിന്നുള്ള ഹൈറ്റ് നമ്മൾ എടുത്തത് h/3 ആയിരുന്നു നമ്മുടെ y ബാർ. നമ്മൾ ആദ്യം ഓരോന്നും ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു y ബാർ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ h ആണെങ്കിൽ h/3 ആയിരിക്കും നമ്മുടെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് നമുക്ക് h/3 എന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഹൈറ്റ് എത്രയാണ് 150. സോ ഇത്രയും ഡിസ്റ്റൻസ് 50 ആയിരിക്കും h/3 എന്ന് പറയുന്നത്. സോ നമ്മുടെ റെഫറൻസ് ആക്സിസ് തൊട്ട് g1 വരെയുള്ള ഡിസ്റ്റൻസ് y1 വിൽ ബി ഈക്വൽ ടു h മൈനസ് h/3 ഓർ ദാറ്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 150 മൈനസ് 150 divided by 3. The answer will be equal to 100 mm. And for y2 the value will be equal to rectangle inde centroid vareyulla distance aanu. So that the total height is 150. So adinte half vareyulla distance, that is 150 by 2. The answer is 75 mm. Now we need y3 value. y3 will be equal to ഇത് തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ് ഫോർ എ സെമി സർക്കിൾ y ബാർ ഇത് ഡയറക്റ്റ് ആയിട്ടിരിക്കുന്ന ഷേപ്പാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4r/3π. റേഡിയസ് നമുക്കറിയാം ഇറ്റ് ഈസ് 50 mm. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y1 y2 y3 കിട്ടും. ഇതെടുത്ത് ഇക്വേഷനിൽ പ്ലഗ് ചെയ്യുക. നമുക്ക് y ബാറിൻ്റെ ആൻസർ വി വിൽ ഒബ്റ്റെയിൻ ഇറ്റ് ആസ് 86.88 mm. See, the next is a concept wise question. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. Determine the coordinates of the center of a 40 mm diameter circle to be cut in a thin plate so that this point will be the centroid of the remaining shaded area. അതായത് ഇതുപോലൊരു സർക്കിള് അതിൻ്റെ ഡയമീറ്റർ പറയുന്നത് 40 mm ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പിൽ നിന്ന് ഇതേ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് ഈ ടോട്ടൽ ഫിഗറിൻ്റെ സെൻട്രോയിഡും സെയിം ആയിരിക്കണം. അതായത് സർക്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സും ഈ ടോട്ടൽ ഫിഗറിൻ്റെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സും സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് x3 y3 എന്ന് പറയുന്നത് x ബാർ y ബാർ ആവണം. ദാറ്റ് ഈസ് ഇഫ് ഈ ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ ഫസ്റ്റ് ഫിഗർ ആയിട്ട് എടുത്തു, ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ സെക്കൻഡ് ആയിട്ട് എടുത്തു, ഇതിനെ തേർഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിൻ്റെ ഫസ്റ്റ് വണ്ണിൻ്റെ x1 y1ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ ലെങ്ത് 40യും ഹൈറ്റ് 60 ആണെങ്കിൽ x1 വിൽ ബി ഈക്വൽ ടു റെഫറൻസ് ആക്സിസ് നമ്മൾ വരയ്ക്കുക എക്സും വൈയും. സോ ഫ്രം y പ്ലെയിൻ ഈ സെൻറ്ററിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ 40യുടെ ഹാഫിലായിരിക്കും. ദാറ്റ് ഈസ് 20 mm. y1 എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ വാല്യൂ വിൽ ബി ഇതിൻ്റെ ടോട്ടൽ 60 ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ നമുക്ക് x1 y1 കിട്ടും. ആൻഡ് x2 y2 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ x2 y2ൻ്റെ ഫോർമുല h/3 ആൻഡ് b/3. സോ ഇതിൻ്റെ വാല്യൂ ഫ്രം ദി റെഫറൻസ് ആക്സിസ് ഇത് തൊട്ട് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 40 plus 40/3. The answer will be 40 plus 1/3 into 40. The answer is 53.33 and y2 will be equal to ഇത് ടോട്ടൽ 60 ആണെങ്കിൽ അതിൻ്റെ by3 ദാറ്റ് ഈസ് 60/3 അത് 20 mm എന്നും കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയില്ല വാല്യൂ, ബിക്കോസ് അത് പറഞ്ഞിരിക്കുന്നത് so that this point will be the centroid of the remaining shaded area. അതായത് ഇതിൻ്റെ x3 y3 എന്ന് പറയുന്ന വാല്യൂ ഈ ടോട്ടൽ ഫിഗറിൻ്റെ x ബാർ y ബാറിന് ഈക്വൽ ആവണം. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് x3 ഈസ് ഈക്വൽ ടു x ബാറും y3 ഈസ് ഈക്വൽ ടു y ബാറും. ഇതാണ് നമ്മുടെ റിക്വയർഡ് കണ്ടീഷൻ. ഇനി നമുക്ക് a1 a2 a3 ആസ് നമുക്ക് കണ്ടുപിടിക്കാം. a1 ഈസ് ദി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് 40 × 60 2400 mm². a2 എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 60 × 40 അത് 1200 mm² എന്ന് കിട്ടും. a3 എന്ന് പറയുന്നത് ഈ നമ്മുടെ എടുക്കേണ്ട സർക്കിളിൻ്റെ ഏരിയ ആണ്. ദാറ്റ് ഈസ് πr². അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. So now x ബാറിൻ്റെ ഫോമിൽ a1 x1 plus a2 x2 minus a3 x3 ബിക്കോസ് ഈ ഷെയ്ഡഡ് ഏരിയ നമ്മൾ ഷെയ്ഡഡ് അല്ലാത്ത ഏരിയ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഏരിയ ആണ്. സോ ദാറ്റ് മൈനസ് a3 ആൻഡ് x3 വരും. ഇൻസ്റ്റെഡ് ഓഫ് x3 വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് x ബാർ.
ആൻഡ് A1 പ്ലസ് A2 മൈനസ് A3 ഡിനോമിനേറ്ററിലും വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ 31.11 mm എന്നും y ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സെയിം വേ A1 y1 പ്ലസ് A2 y2 മൈനസ് A3 y3ക്ക് പകരം y ബാർ എന്നും ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 മൈനസ് A3. ഇത് രണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y ബാറും കിട്ടും എക്സ് ബാറും കിട്ടും. എക്സ് ബാറിൻ്റെ വാല്യൂ 31.11 എന്നും y ബാറിൻ്റെ വാല്യൂ 26.67 mm എന്നും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ നെക്സ്റ്റ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, എ സെമി സർക്കിൾ of area 20 cm diameter was removed from a thin plate 50 by 50 as shown. It is desired to maintain the centroid of the plate at the original point. Determine the width of the material shown shaded at the left to be removed to achieve this. അതായത് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇതാണിപ്പോൾ നമ്മുടെ ഒരു ഈ കാണിച്ചിരിക്കുന്ന റെക്ടാങ്കുലർ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ഇതൊരു സിമെട്രിക് ആയിട്ടിരിക്കുന്നു, അതിൻ്റെ ഡിസ്റ്റൻസ് 50 by 50. സോ ഇതിൻ്റെ സെൻട്രോയിഡ് ഇരിക്കുന്നത് എവിടെയായിരിക്കും? ഇപ്പം റെഫറൻസ് ആക്സസ് ഇവിടെ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 25 സെൻറ്റിമീറ്റർ ഫ്രം ഹിയറും ഇവിടെ നിന്ന് 25 സെൻറ്റിമീറ്ററുമാണ് നമ്മുടെ ഈ ടോട്ടൽ ഫിഗറിൻ്റെ സെൻട്രോയിഡ് ഇരിക്കുന്നത് G1. അപ്പം ഇതിൽ നിന്ന് നമ്മളൊരു ഷെയ്ഡഡ് പോർഷൻ, ഈ ടോട്ടൽ റെക്റ്റാങ്കിളാണ് നമ്മുടെ റീജിയൻ 1ഉം ദെൻ സെക്കൻഡ് എന്ന് പറയുന്ന ഈ പോർഷനും തേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത് കളയുന്ന സർക്കിളുമാണ്. അപ്പം ഈ സർക്കിൾ സിമെട്രിക് ആയിട്ട് കറക്റ്റ് എക്സ് ആക്സിസിൽ വരുന്ന രീതിയിൽ നിന്ന് ഇവിടെ നിന്നൊരു ഡയമീറ്റർ ഓഫ് 20 സെൻറ്റിമീറ്റർ സർക്കിൾ ഈ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മുടെ ഈ സെൻട്രോയിഡ് പിന്നെയും അവിടെ തന്നെ റിമൈൻ ചെയ്യുമോ? ഇല്ല, ഇവിടെ നിന്ന് സെൻട്രോയിഡ് മാറിപ്പോവാം. അപ്പോൾ അങ്ങനെ മാറിപ്പോവാതിരിക്കാനായിട്ട്, അതായത് വീണ്ടും നമുക്ക് സെൻട്രോയിഡ് ഇവിടെ തന്നെ തിരിച്ച് കിട്ടാൻ നമ്മൾ എത്ര ഏരിയ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം, അങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന സെക്ഷൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇത് തേർഡ് വൺ, ഇത് സെക്കൻഡ് വൺ. നമുക്ക് സോ ദാറ്റ് എക്സ് ബാറും വൈ ബാറും നമ്മൾ ആഫ്റ്റർ റിമൂവിങ് ദ പീസ് ഓൾസോ എക്സ് ബാറും വൈ ബാറിൻ്റെ വാല്യൂ 25 തന്നെ ആയിരിക്കണം. സോ സി A1 എന്ന് പറയുന്നത് നമ്മുടെ ആ ഫുൾ വലിയ റെക്റ്റാങ്കിൾ, അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 50 × 50, ദാറ്റ് ഈസ് 2500 സെൻറ്റിമീറ്റർ സ്ക്വയർ. A2 എന്ന് പറയുന്നത് ഈ ഒരു തിൻ സ്ട്രിപ്പിൻ്റെ ഏരിയ, അതിൻ്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു, സോ A2 എന്ന് പറയുന്നത് ഈ ഒരു തിൻ സ്ട്രിപ്പിൻ്റെ ഏരിയ ആണ്. A2 വിൽ ബി ഈക്വൽ ടു അതിൻ്റെ ഹൈറ്റ്, ഈ പോയിൻ്റ് തൊട്ട് ഈ പോയിൻ്റ് വരെയുള്ള ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ ആണ്. സോ അതിൻ്റെ വിഡ്ത്ത് B ആണ്. സോ 50 × B is equal to 50B സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. ആൻഡ് A3യുടെ ഏരിയ ഫോർ എ സെമി സർക്കിൾ ദ ഏരിയ ഇസ് πr²/2, π × 10²/2 157 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം A1 A2 A3 നമുക്ക് കിട്ടി. എക്സ് ബാറും വൈ ബാറും നമുക്ക് പെർമനൻ്റ്ലി 25 തന്നെ വരുത്തണം. ഇനി x1 x2 x3 കണ്ടുപിടിക്കാം. x1 എന്ന് പറയുന്നത് ഏതാണ്? G1 തന്നെ, അതായത് അതിൻ്റെ സെൻട്രോയിഡ് തന്നെയാണ് x1 എന്ന് പറയുന്നത്. സോ x1ൻ്റെ വാല്യൂ വിൽ ഓൾസോ ഈക്വൽ ടു 25 ഫ്രം ദി റെഫറൻസ് ആക്സിസ്. ഇത് തൊട്ട് G1 വരെയുള്ള പോയിൻറ്റിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് 25 ആണ്. x2 എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് റീജിയൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ പോയിൻ്റ്, നമുക്ക് ഈ പോയിൻ്റ് ഫ്രം ദി റെഫറൻസ് ആക്സിസ് വേണമെങ്കിൽ 50ന്ന് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് B ആണെന്ന് അറിയാം. അപ്പം ഇത്രയും ഹാഫ്, ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ് B/2 വരും. അപ്പോൾ നമുക്ക് 50 മൈനസ് ഈ ഒരു B/2 മൈനസ് ചെയ്യുമ്പോൾ നമുക്കത് അപ് ടു ഈ പോയിൻ്റ് വരെ കിട്ടും. ദാറ്റ് ഈസ് x2 is equal to 50 മൈനസ് B/2 സെൻറ്റിമീറ്റർ. ആൻഡ് x3 എന്ന് പറയുന്നത് നമ്മൾ ആ സെമി സർക്കിളിന് വെർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 4r/3π. സോ നമുക്ക് x1 കിട്ടും, x2 കിട്ടും, x3 കിട്ടും. Then now നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു A1 x1 മൈനസ് A2 x2 മൈനസ് A3 x3, ബിക്കോസ് ഇതും കട്ട് ചെയ്ത് കളയുന്ന പോർഷനാണ്, ഇതും കട്ട് ചെയ്ത് കളയുന്നതാണ്. സോ അതിന് രണ്ടിനെ നെഗറ്റീവ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ A1 മൈനസ് A2 മൈനസ് A3. സോ ഇതിൻ്റെ എല്ലാ ഫോമിലും എക്സ് ബാറിൻ്റെ 25 ആണ്. A1ൻ്റെ വാല്യൂ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x1 നമുക്കറിയാം. നൗ x2 A2 രണ്ടും ബിയുടെ ടേംസിൽ കിട്ടുമ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വരും. സോ ഈ ഫൈനൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ B കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. സോ അങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുമ്പം ദ B വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് 2.76 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ നിന്ന് നമ്മളൊരു 2.76 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു സെക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ നിന്നും പോകുന്നതിൻ്റെ ഈക്വലൻ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും. സോ ദാറ്റ് നമ്മുടെ സെൻട്രോയിഡ് വീണ്ടും G1 തന്നെ കിട്ടും.
സോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന സെക്ഷൻ സെൻട്രോയിഡ് ഓഫ് സിമെട്രിക് സെക്ഷൻസ് ആണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഇപ്പോൾ ഉള്ള ഒരു ഈ ടി സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമെട്രിക് സെക്ഷൻ. സിമെട്രിക് ടു വിച്ച് ആക്സിസ്? വൈ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ എക്സ് ബാർ 0 ആയിട്ട് എടുക്കാം. അതായത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ ലൈൻ വരച്ചിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ എക്സ് ബാറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇഫ് എ സെക്ഷൻ ഈസ് symmetric to y axis, x bar becomes equal to 0. And then the same way, if a section is symmetric to x axis, then y bar becomes equal to 0. So ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന given section being symmetric to y axis, our x bar will be equal to 0. അതായത് ഈ ഫിഗറിൽ നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കേണ്ട. അത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും, അതായത് 200ൻ്റെ ഹാഫ് 100 ഇവിടെയാണ് നമ്മൾ റെഫറൻസ് വരച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് 100 ആയിരിക്കും നമുക്ക് അതിൻ്റെ സെൻട്രോയിഡ് വരുന്ന ലൈൻ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ടോട്ടൽ ഫിഗറിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് വൈ ബാർ. അതായത് നമുക്ക് ഹൈറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിന് നമ്മളൊരു റെഫറൻസ് ആക്സിസ് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ബേസ് ലൈൻ റെഫറൻസ് ആക്സിസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എല്ലാത്തിൻ്റെയും വാല്യൂസ് മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് A1 Y1 പ്ലസ് A2 Y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2. സോ ഫ്രം ദാറ്റ് A1ൻ്റെ വാല്യൂ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? A1 വിൽ ബി ഈക്വൽ ടു, ഇതിനെ നമുക്ക് 2 റെക്ടാങ്കിൾ ആക്കാം. ദിസ് ഈസ് 1 ആൻഡ് ദിസ് ഈസ് 2. And for first one A1 area will be equal to 300 into ഇതിനെ നമുക്ക് വെബ് 20 ആയിട്ടാണ് given. So 300 into 20 that is equal to 6000. All dimensions are in mm. So this will be 6000 mm square and A2 will be equal to 200 into 20 that is equal to 4000 mm square. So നമുക്ക് A1ഉം A2ഉം ഇവിടെ കിട്ടിയിട്ടുണ്ട്. Now we need to find y1 and y2. See from this reference axis y1 എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ വരെയാണ്, ദാറ്റ് ഈസ് G1. y2 എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ വരെ ഫ്രം ദി റെഫറൻസ് ആക്സിസ്. സോ y1 വാല്യൂ വിൽ ബി ഈക്വൽ ടു ഫ്രം ഹിയർ അതിൻ്റെ വാല്യൂ 150 mm ആയിരിക്കും. And y2ൻ്റെ വാല്യൂ ഫ്രം ദി റെഫറൻസ് ആക്സിസ് 300 plus 10 that is y2 will be equal to 310 mm. സോ ഈ രണ്ട് വാല്യൂസും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഒബ്റ്റെയിൻ ഇറ്റ് ആസ് 214 mm. ഫ്രം ദി റെഫറൻസ് ആക്സിസ് നമ്മുടെ ഈ ടോട്ടൽ ഫിഗറിൻ്റെ സെൻട്രോയിഡ് ഇരിക്കുന്നത് ഫ്രം അറ്റ് എ പോയിൻറ്റ് 214 ഫ്രം ദി റെഫറൻസ് ആക്സിസിലാണ് നമ്മുടെ സെൻട്രോയിഡ് ഇരിക്കുന്നത്.